ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദപുസ്തകത്തിൽ സദൃശവാക്യങ്ങൾ 2-ാം അധ്യായം 21-22 തിരുവചനം വായിക്കാം. നേരുള്ളവർ ദേശത്ത് വസിക്കും, നിഷ്കളങ്കന്മാർ അതിൽ ശേഷിച്ചിരിക്കും. എന്നാൽ ദുഷ്ടന്മാർ ദേശത്തു നിന്ന് ഛേദിക്കപ്പെടും, ദ്രോഹികൾ അതിൽ നിന്ന് നിർമൂലമാകും. നേരുള്ളവർ ദേശത്തിൽ വസിക്കും, നേരുള്ളവർ ദേശത്ത് ശേഷിച്ചിരിക്കും. ഈ സദൃശവാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഒരു ദേശത്ത് വസിക്കുന്നവർ നേരുള്ളവരായിരുന്നാൽ ദൈവം അവർക്ക് കൃപയും ദാനവും സമൃദ്ധിയും സമാധാനവും സംരക്ഷണം തന്ന് അവരെ അനുഗ്രഹിക്കും. എന്നാൽ ആ ദേശത്ത് ദുഷ്ടന്മാരെങ്കിലോ അവരെ ഛേദിച്ച് കളയുകയും അവരെ നിർമൂലമാക്കുകയും ചെയ്യും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ സൊദോം ഗൊമോറ എന്ന പട്ടണത്തെക്കുറിച്ച് നമുക്കറിയാം. ആ സൊദോം ഗൊമോറ പട്ടണത്തിൽ എല്ലാ ആൾക്കാരും, എല്ലാ ജനങ്ങളും ദുഷ്ടം നിറഞ്ഞ പാപ സ്വഭാവത്തിൽ ജീവിക്കുന്നവരായിരുന്നു. അവരെ ദൈവം നിർമൂലമാക്കുവാനും അവരെ ആ പട്ടണത്തെ മരിച്ചിടുവാനും ദൈവം ഗന്ധകവും അഗ്നിയും അയച്ചാണ് ദൈവം ആ പട്ടണത്തെ നശിപ്പിച്ചത്. കാരണം ആ ദേശത്ത് അത്രത്തോളം അക്രമവും അതിക്രമവും നിറഞ്ഞവരായിരുന്നു. ആ ദുഷ്ടസന്തതി ലോത്തിൻ്റെ വീട്ടിലേക്ക് വന്നിരുന്ന ദൈവദൂതന്മാരെ പോലും അവർ മനസ്സിലാക്കാതെ അവരെയും മോഹിക്കേണ്ടതിന് ഈ പുരുഷഗാമികളായിരുന്ന് ആ ലോത്തിൻ്റെ വീടിനെ വളഞ്ഞു വരുമ്പോൾ ദൈവദൂതന്മാർ ആ ജനതയ്ക്ക് ദുഷ്ടസന്തതിക്ക് അന്ധത പിടിപ്പിച്ച് ലോത്തിൻ്റെ ഭാര്യയെ 2 മക്കളെയും വിടുവിക്കുവാൻ ഇടയായിത്തീർന്നു. ആ ലോത്ത് വളഞ്ഞുപോയ നീതിമാനായിരുന്നു. പക്ഷേ ഒരു ദേശത്ത് വസിക്കുന്നവർ നേരുള്ളവരായിരുന്നെങ്കിൽ ആ നീതിമാൻ നിമിത്തം ദൈവം ആ പട്ടണം മരിച്ചു കളയുകയില്ല, ആ പട്ടണം നശിപ്പിക്കില്ലായിരുന്നു. കാരണം ആ ദേശം അത്രത്തോളം ദുഷ്ടത നിറഞ്ഞ വക്രത നിറഞ്ഞ ദേശമായിരുന്നു. കാരണം ദൈവത്തിന് പ്രിയവും പ്രസാദവും ഇല്ലാതെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം നോക്കും. നമ്മുടെ ജീവിതത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ദൈവത്തിന് പ്രിയവും പ്രസാദവും ഇല്ലാതെ ജീവിക്കുമ്പോൾ ദൈവം ഒരിക്കൽ അതിനെ നശിപ്പിക്കുകയും അത് നിർമൂലമാക്കുകയും ചെയ്യും. മലാക്കി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 3-ാം തിരുവചനം, എന്നാൽ ഏസാവിനെ ഞാൻ ദ്വേഷിച്ചു, അവൻ്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി, അവൻ്റെ അവകാശത്തെ മരുഭൂമിയിലെ കുരുന്നരികൾക്ക് കൊടുത്തിരിക്കുന്നു. 4-ാം വാക്യം, ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു, എങ്കിലും ഞങ്ങൾ ശൂന്യ സ്ഥലങ്ങളെ വീണ്ടും പണിയുമെന്ന് ഏദോം പറയുന്നു. എങ്കിൽ സൈന്യങ്ങളുടെ അപ്രകാരം അരുളി ചെയ്യുന്നു, അവർ പണിയട്ടെ, ഞാൻ ഇടിച്ച് കളയും, അവർക്ക് തുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം ഹൃദിക്കുന്ന ജാതിയെന്നും പേർ പറയും. ഇവിടെ മലാക്കി പുസ്തകത്തിൽ വായിച്ച ഭാഗത്തിൽ ഏസാവിനെ ഞാൻ ദ്വേഷിച്ചിരിക്കുന്നു. ഏസാവിനെ കുറിച്ച് ദൈവം അവനെ ഒരു ദ്വേഷിച്ച ജനമായിട്ടാണ് അവിടെ നമ്മൾ വായിക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് മുൻഗണന കൊടുക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിച്ചത് കൊണ്ട് ദൈവം അവനെ ഉപേക്ഷിക്കുവാൻ ഇടയായിത്തീരുന്നു. പക്ഷെ അവർ ദൈവത്തെ ഭയപ്പെടാതെ തങ്ങൾക്ക് തന്നെ അവർ ജ്ഞാനിയായിട്ട് തോന്നി, തങ്ങൾക്ക് തന്നെ അവർ ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങൾ ഇടിഞ്ഞു പോയെങ്കിൽ ഞങ്ങൾ പണിയുമെന്ന് പറയുമ്പോൾ ദൈവം അവർ പണിയട്ടെ, ഞാൻ ഇടിച്ചു കളയും. തങ്ങൾക്ക് തന്നെ ജ്ഞാനിയായി കരുതിക്കൊണ്ട് തങ്ങൾക്ക് തന്നെ ബഹുമാനം വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നാം ചെയ്യുവാൻ തുടങ്ങിയാൽ ദൈവം അതിലേക്ക് പ്രസാദിക്കുകയില്ല, അത് ഒട്ടൊളിയാതെ നശിപ്പിക്കുകയേ ഉള്ളൂ. അങ്ങനെ ദൈവഭയമില്ലാതെ ജീവിക്കുവാൻ ദൈവഭയം കൂടാതെ ആർക്കും ജീവിക്കുവാൻ കഴിയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഭയത്തോട് വിറയലോട് ആ ദൈവത്തിൻ്റെ പ്രിയവും പ്രസാദവും ദൈവത്തിനെ ബഹുമാനിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ ദൈവം അവരെ തീർച്ചയായിട്ടും ആ ദേശത്ത് പാർപ്പിക്കുകയും അവരെ സമാധാനമായി നിലനിർത്തുകയും ചെയ്യും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലെ നിമ്രോദ് എന്ന മല്ലൻ ഒരു വേട്ടക്കാരനായിരുന്നു. അവൻ ആകാശത്തെ എത്തുവോളം ഒരു ഗോപുരം പണിയുവാൻ ജനങ്ങളെ കൂട്ടി വരുത്തി ഇഷ്ടികയും കുമ്മായം കൊണ്ട് ആ ഗോപുരം പണിയുവാൻ ശ്രമിച്ചപ്പോൾ ദൈവം അവൻ തൻ്റെ നാമത്തിന് നമുക്ക് പേരുണ്ടാകാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആകാശത്തോളം എത്തുന്ന രീതിയിൽ ഒരു ഗോപുരം പണിയുവാൻ തുടങ്ങി. പക്ഷേ ദൈവം ആ ഗോപുരം പണിയുവാൻ ഇടവരുത്തിയില്ല. അവരുടെ ഭാഷയൊക്കെ അവരൊക്കെ കളഞ്ഞു. ആ ഭാഷ ഒരു വ്യക്തി സംസാരിക്കുന്നത് മറ്റവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ ആ ഭാഷയൊക്കെ കളഞ്ഞു. ആ ബാബേൽ ഗോപുരം മുഴുവനും പണിയുവാൻ ഇടയായില്ല. അത്
പകുതിയിൽ വെച്ച് തന്നെ വിട്ടുപോകുവാൻ ഇടയായിത്തീരുന്നു. ഇങ്ങനെ ദൈവനാമത്തിൽ നാം ഏത് കാര്യത്തിലും ചെയ്താലും ദൈവം നമുക്ക് തുണ നൽകുക തന്നെ ചെയ്യും. അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുകയും യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കുകയും യേശുവിൻ്റെ നാമത്തിൽ രോഗികൾക്ക് സൗഖ്യം കൊടുക്കുകയും യേശുവിൻ്റെ നാമത്തിൽ ശിഷ്യന്മാരെ അനുദിനവും കൂട്ടിച്ചേർക്കുകയും ചെയ്യുമ്പോൾ അവിടെ ആത്മീക വർധന ഉരുവാകുകയും ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുകയും ചെയ്യുമ്പോൾ ആ ദേശത്ത് മഹാപുരോഹിതന്മാരും സദുക്യ മതക്കാരായ അവൻ്റെ പക്ഷക്കാരും എഴുന്നേറ്റ് അസൂയ നിറഞ്ഞുകൊണ്ട് അവരെ തടവിലാക്കി ന്യായാധിപ സംഘത്തിൽ ഏൽപ്പിച്ചു. ഈ ന്യായാധിപ സംഘത്തിൽ ഏൽപ്പിച്ച് അവരെ തടവിലാക്കിയപ്പോൾ കാരാഗ്രഹത്തിൽ അടച്ചു പൂട്ടിയപ്പോൾ ദൈവദൂതൻ വന്ന് ആ പൗലോസിനെയും എല്ലാവരെയും വെടിവെച്ച് അവരെ ദൈവാലയത്തിൽ നിങ്ങൾ ചെന്ന് ഈ ജീവൻ്റെ വചനം സംസാരിക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായിട്ട് അവർ ദൈവാലയത്തിൽ ചെന്ന് ജീവൻ്റെ വചനം സംസാരിച്ചിരിക്കുമ്പോൾ ഈ ന്യായാധിപ സംഘം അവരോട് വന്നിട്ട് ഈ മനുഷ്യൻ്റെ രക്തപാതകം ഈ മനുഷ്യൻ്റെ രക്തപാതം ഞങ്ങളുടെ തലമേൽ ചുമത്തുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അശേഷം ഈ നാമത്തിൽ സംസാരിക്കരുതെന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് തർക്കിച്ചപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു. അതിന് പത്രോസും ശേഷം 29-ാം വാക്യത്തിൽ അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. മനുഷ്യരെക്കാൾ ദൈവത്തെ ദൈവം എന്തു പറയുന്നു, എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു അതാണ് ഞങ്ങൾ അനുസരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഗമാലിയേൽ എന്ന ഒരു ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്ന ഒരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ ഈ മനുഷ്യരുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ രണ്ട് കൂട്ടർ 35-ാം വാക്യത്തിലും 36-ാം വാക്യത്തിലും അങ്ങനെയൊക്കെ നമുക്ക് വായിക്കാൻ ഇടയെത്തിരും. ആ രണ്ട് കൂട്ടർ യൂദാസ് എന്നൊരു വ്യക്തിയും യൂദ എന്ന വ്യക്തിയും തങ്ങൾക്കായിട്ട് ഒരു കൂട്ടങ്ങളിൽ ചേർക്കുവാൻ, തങ്ങൾക്കായിട്ട് ഒരു ആളുകൾ സഭ ഒരു ജനസമൂഹം ചേർത്തുകൊണ്ട് തങ്ങൾ മഹാനെന്ന് നടിച്ചുകൊണ്ട് അവർക്ക് ഒരു ആൾക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരിങ്ങനെ നടക്കുമ്പോൾ അത് അവർ ചിന്തിക്കുകയും അവർ ആ സംഘം നശിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ദൈവം ഇങ്ങനെ പറയുന്നത് ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇത് മാനസമെങ്കിൽ നശിച്ചു പോകും, പക്ഷേ ദൈവികമെങ്കിൽ നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയുകയില്ല, നിങ്ങൾ ദൈവത്തോട് പോരാടരുത് എന്ന് വരരുതല്ലോ എന്ന് ആ ദൈവവചനം പറയുന്നു. അങ്ങനെ ഈ നമ്മൾ ഒരിക്കൽ കൂടി വായിക്കാം ആ വാക്യങ്ങൾ. 5-ാം അധ്യായം 35-ാം വാക്യവും 36-ാം വാക്യം ഇപ്രകാരം പറഞ്ഞു. പിന്നെ അവൻ അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ നാളുകൾക്ക് മുൻപേ യൂദാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാനെന്ന് നടിച്ച് ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നുകൂടി. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവർ എല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു. അവൻ്റെ ശേഷം ഗലീലാക്കാരനായ യൂദാ ചാർത്തലിൻ്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തൻ്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ചു, അവനനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒളിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും, ദൈവികമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു അവരവനെ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ച് ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഇങ്ങനെ യൂദാസ് എന്ന വ്യക്തിയും യൂദ ചാർത്തലിൻ്റെ കാലത്ത് എഴുന്നേറ്റ് ഇങ്ങനെ രണ്ട് വ്യക്തിയും ഒരു തങ്ങൾക്ക് ബോധിച്ചതുപോലെ ആൾക്കാരെ ചേർത്തുകൊണ്ട് ഒരു സംഘം അവർ സ്ഥാപിപ്പാൻ തുടങ്ങി. പക്ഷേ അത് അവർ ചിന്തിക്കുകയും ആ സംഘമൊക്കെ നശിഞ്ഞു പോവുകയും ചെയ്തു. കാരണം ദുഷ്ടന്മാർ ഒരിക്കലും അവരുടെ